ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചോറാണ് എടുക്കുന്നത്. പഴയ ചോറായാലും ഏത് ചോറായാലും വേണ്ടിയില്ല. പിന്നീട് ഞാൻ എടുക്കുന്നത് 2 ഉരുളൻകിഴങ്ങ്, ഇടത്തരം വലിപ്പമുള്ള 2 ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് വേവിച്ചതാണ്. പിന്നീട് സവാള, ഒരു ഇടത്തരം വലിപ്പമുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. വളരെ പൊടിയായിട്ട് വേണം നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, വലിയ ജീരകം ചതച്ചത് കുറച്ച് മാത്രം, ഒരു നുള്ള് ജീരകം എടുത്ത് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്ന 1 സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി കൈയൊന്ന് കഴുകിയതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഞവടി യോജിപ്പിക്കാം. മിക്സിയിൽ അരയ്ക്കൊന്നും വേണ്ട. ചോറ് ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വെന്തതായിരിക്കണം. നല്ല ടേസ്റ്റിയായൊരു ചായക്കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കി എടുക്കണം, ഞവടി യോജിപ്പിച്ച്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, എല്ലാം കൂടെ അങ്ങ് ഞവടി യോജിപ്പിച്ചാൽ മതി. ഇങ്ങനെ സെറ്റാക്കി വെച്ച മിക്സ് നമ്മൾ ചെറിയ ഉരുളകളാക്കി ഈ അരിപ്പൊടിയിൽ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് മുക്കിയാൽ മതി. ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഈ കൈ ഒന്ന് നനച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ എടുക്കാൻ പറ്റും. ഇപ്പോൾ അരിപ്പൊടി നല്ലപോലെ പെട്ടെന്ന് മുങ്ങി വരാനും സഹായിക്കും. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് പരത്തുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഉരുളകളാക്കിയും ചെറുതായിട്ടൊന്ന് പരത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാനിങ് മാറ്റിയിട്ട് അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ അപ്പച്ചട്ടി വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കുഴിയിട്ട് നമുക്ക് എണ്ണ കുഴിയിൽ കിടക്കും. മറ്റേതിങ്ങനെ പരന്നിടക്കുന്ന ഇത് ഇടുന്ന സാധനം മുങ്ങിക്കിടക്കും. എണ്ണ കുറച്ചുകൂടെ ചൂടാവാനുണ്ട്, ചൂടായിട്ടിടാം. ഒരെണ്ണം ഇട്ട് ഞാൻ ഈ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം അല്ല, നമുക്ക് 5-6 എണ്ണം വീതം ഇട്ട് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. എണ്ണ നല്ലപോലെ തിളച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഇളവി ഇരുന്ന് വീഴും. ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ്. എല്ലാവരും വൈകിട്ട് ചായക്കടി ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഷുഗറുകാരുണ്ടെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഇതുപോലെ ഷുഗറുകാർക്കൂടെ കഴിക്കത്തക്ക രീതിയിലുള്ള ചായക്കടി തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ഇത് നല്ല അടിപൊളി ഒരു ചായക്കടിയാണ് ഷുഗറുകാർക്ക് കഴിക്കാൻ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടി ഇടാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല. ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ടും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലായിരിക്കും. വളരെ പൊടി കൊച്ചുങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കാം. വലിയവർക്ക് വേണ്ടി മാത്രം മുളക് ചേർത്തും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റിയായ ഒരു ചായക്കടിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ഒരേപോലെ എല്ലാ സൈഡും വെന്ത് മൂത്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ പലഹാരം എല്ലാം ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇവിടെ ആളൊക്കെ കുറവായതുകൊണ്ട് കുറേശ്ശെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയായൊരു പലഹാരമാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അധികം കാശ് കൊടുത്ത് തോന്നിയ സാധനമൊന്നും വാങ്ങണ്ട. മുറിച്ച് കാണിക്കാം. അത് കണ്ട നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ നല്ല ടേസ്റ്റിയാണ് ചായയോടെ കഴിക്കാനായിട്ട്. ഇതിൽ കൂടിയ നല്ലൊരു പലഹാരം നമുക്ക് കിട്ടാൻ പാടാണ്. അത്രയും ടേസ്റ്റിയായൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം.